പ്ലംബിംഗ് ജോലിക്കിടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് ഇടതുകാൽ മുട്ടിനു താഴെ മുറിച്ചു മാറ്റേണ്ടി വന്ന യുവാവ് 6 മാസമായി ആരൂരും തുണയില്ലാതെ വേദനയോടും മല്ലിട്ട് ജീവിതം തള്ളി നീക്കുകയാണ്. ഹൈക്കോടതി ജംഗ്ഷനിലെ ഒരു തട്ടുകടയുടെ പിന്നിലാണ് ഒറ്റക്കാലിന്റെ കരുത്തിൽ ശേഷിക്കുന്ന ജീവിതം തള്ളി നീക്കാനാവാതെ സജി എന്ന യുവാവ് തീരാവേദനകൾ കടിച്ചമർത്തുന്നത്. 6 മാസം മുൻപ് വരെ സജി എല്ലുമുറിയെ പണിയെടുത്താണ് അന്നന്നത്തെ അന്നത്തിനുള്ള വക തേടിയിരുന്നത്. എറണാകുളത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള നിർമ്മാണ മേഖലകളിൽ പ്ലംബിംഗ് ജോലി ചെയ്തിരുന്ന ഇയാളെ അപകടത്തെ തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ഇടതുകാൽ മുട്ടിന് താഴെ മുറിച്ചു നീക്കിയതോടെ ശരീരത്തിന്റെ മുഴുവൻ ചലനശേഷിയും നശിച്ചതായി അനുഭവപ്പെട്ടു. പിന്നീട് ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെ ആശുപത്രിയിൽ നിന്നും ഹൈക്കോടതി പരിസരത്ത് എത്തുകയായിരുന്നു. പിന്നീട് സുഹൃത്തുക്കളും അകന്നുപോയി. മുറിച്ച കാലിൽ ചെറിയ പഴുപ്പും വിങ്ങലും അനുഭവപ്പെടുന്നതിനാൽ സമീപത്തെ ഓടയിൽ നിന്നും ഈച്ചകൾ കൂട്ടമായി ശല്യം ചെയ്യുന്നതും ദുരിതമേറുകയാണ്. പട്ടിണി മാറ്റാൻ വഴിയാത്രക്കാരോട് കൈനീട്ടാൻ മനസ്സനുവദിക്കാത്തതിനാൽ പലപ്പോഴും വിശപ്പ് അടക്കിവെക്കേണ്ടി വരുന്നതായി ഇയാൾ തെരുവോര പ്രവർത്തകരോട് പറഞ്ഞു. ഹൈക്കോടതി ജംഗ്ഷനിലെ പെട്ടിക്കടയുടെ പിൻഭാഗത്ത് പഴംതുണികളും പേപ്പറും വിരിച്ചാണ് മാസങ്ങളായി ഇയാൾ കഴിഞ്ഞുകൂടുന്നത്. സുമനസ്സുകളുടെ സഹായത്താൽ തനിക്കൊരു കൃത്രിമക്കാൽ വെക്കാനായാൽ ആരുടെ മുന്നിലും കൈനീട്ടാതെ വിശപ്പ് മാറ്റാൻ ലോട്ടറി വിൽപ്പന നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് സജി വേദനകൾക്ക് ശമനം തേടുന്നത്. സജിയുടെ വേദന നിറഞ്ഞ ജീവിതമറിഞ്ഞെത്തിയ തെരുവോര പ്രവർത്തകൻ എസ് മുരുകൻ സജിയുടെ കൃത്രിമക്കാൽ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാമെന്ന ഉറപ്പോടുകൂടി തെരുവിലെ ദുരിത ജീവിതങ്ങളിൽ നിന്നും ഇയാളെ വരാപ്പുഴയിലെ അഗതി മന്ദിരത്തിലേക്ക് കൊണ്ടുപോയി. സെൻട്രൽ പോലീസിന്റെ കൂടി സഹകരണത്തോടെയാണ് തെരുവോര പ്രവർത്തകരെത്തിയത്. ECTV ന്യൂസ്, എറണാകുളം.